ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാത്സ് എക്സാമൊക്കെ എല്ലാവർക്കും ഈസി ആയിരുന്നോ? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കുറേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേ മോഡൽ തന്നെയാണ് വന്നത്. നമ്പേഴ്സ് ചേഞ്ച് ചെയ്തെങ്കിലും നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നത് എക്സാം. അതേപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ആദ്യം നമ്മൾ കോംപ്രിഹെൻഷൻ ഉണ്ട്, പിന്നെ തോട്ട്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളൊരു ലൈക്ക് എന്തായാലും ഈ ഒരു വീഡിയോക്ക് ഇടണം. കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് ഇടുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. നേരത്തെ നമ്മൾ കോംപ്രിഹെൻഷനിൽ ഒരു പോയമായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇതൊരു പാസേജാണ്. Read the following passage and answer the questions given below. A thirsty fox fell into a well in a hot summer. ഒരു ദാഹിച്ചു വലഞ്ഞൊരു ഫോക്സ് ഒരു വെൽ എന്ന് പറഞ്ഞ കിണറിലേക്ക് വീണു. He tried to escape but he couldn't. രക്ഷപ്പെടാൻ നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. After some time there came a goat. പിന്നെ അവിടത്തേക്ക് ആര് വന്നു? ഒരു ആട് വന്നു. The goat heard a strange voice from the well. The goat peeped into the well. വെല്ലിലേക്ക് എത്തി നോക്കി, കിണറിലേക്ക് എത്തി നോക്കി. She saw the fox there. അവിടെ ആരെ കണ്ടു? കുറുക്കനെ കണ്ടു. Hey fox, why are you here? നീ എന്താ അവിടെ? She asked. I am here to drink the sweet water. The cunning fox replied. അപ്പോൾ ഫോക്സ് എന്ന് പറയുന്നത് എപ്പോഴും സൂത്രശാലിയാണ്, കണ്ണിങ് ആണ്. അപ്പോൾ എന്താ പറഞ്ഞത്? വീണു പോയത് കാര്യമൊന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? ഐ ആം ഹിയർ ടു ഡ്രിങ്ക് ദ സ്വീറ്റ് വാട്ടർ. നല്ല മധുരമുള്ള വെള്ളം കുടിക്കാനായി ഇറങ്ങിയതാന്ന് പറഞ്ഞു. Hearing this, the goat jumped into the well. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഗോട്ട് വെല്ലിലേക്ക് ചാടി. Suddenly the fox jumped on the goat's back and escaped. അപ്പോൾ ചാടിയപ്പോൾ അതിൻ്റെ ബാക്ക് കയറി ഫോക്സ് രക്ഷപ്പെട്ടു. ഗുഡ് ബൈ ഫ്രണ്ട്, ബൈ എന്ന് പറഞ്ഞു. The fox said and ran away. The goat realized her foolishness. അപ്പോഴാണ് ആടിന് മനസ്സിലാക്കി ഞാനൊരു വല്ലാത്ത മണ്ടത്തരാണ് ചെയ്തതെന്ന്. She remembered her mother's word. അപ്പോഴാണ് അമ്മയുടെ വേർഡ്സ് ഓർമ്മ വന്നത്. എന്താ അമ്മ പറഞ്ഞത്? ബി കെയർഫുൾ, സൂക്ഷിക്കണം. വൈൽ ടേക്കിംഗ് ദ വേർഡ്സ് ഓഫ് സ്ട്രേഞ്ചേഴ്സ്. അപരിചിതരുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻ ടു ദ ഫോക്സ്? അതിൻ്റെ ആൻസർ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. എ thirsty fox fell into a well. Okay, the fox fell into well and couldn't escape. I am here to drink the sweet water. The fox said. Why did he so? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഹി വാണ്ടഡ് ടു മേക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനാണോ? അല്ല. ഹി വാണ്ടഡ് ടു ഈറ്റ് ഗോഡിനെ തിന്നാനാണോ? അല്ല. ഹി വാണ്ടഡ് ടു എസ്കേപ്പ് ഫ്രം ദ വെൽ. ആ കിണറിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം? അതായിരുന്നു ഫോക്സിൻ്റെ ചിന്ത. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഫൈൻഡ് ഔട്ട് ദ ഓപ്പോസിറ്റ് വേർഡ്. ദ ഫോഗോട്ട് ഫ്രം ദ സ്റ്റോറി. ഫോഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മറന്നു പോകുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഓർമ്മിക്കുക എന്നർത്ഥം വരുന്നത് എന്താണ്? റിമെമ്പേർഡ്. ഇവിടെ ലാസ്റ്റ് വരുന്നത് ഷി റിമെമ്പേർഡ് ഹെർ മദേഴ്സ് വേർഡ്. അമ്മയുടെ വാക്കുകൾ ഓർമ്മിച്ചു. അപ്പോൾ ഓപ്പോസിറ്റ് ഓഫ് ഫോർഗോട്ട് എന്താണ്? റിമെമ്പേർഡ്. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി? ഈ ഒരു സ്റ്റോറിയുടെ മെസ്സേജ്, അതേപോലെ തന്നെ ഇതിനൊരു ടൈറ്റിൽ. 5 ചോദ്യങ്ങളാണുള്ളത്. 5 ഉത്തരങ്ങൾ എഴുതിയാൽ നമുക്ക് 5 മാർക്ക് കിട്ടും. ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി ഈസ് ടു ബി കോഷ്യസ് വൈൽ ഡീലിംഗ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ആൻഡ് നോട്ട് ടു ബ്ലൈൻഡ്ലി ട്രസ്റ്റ് വാട്ട് ദേ സേ. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതിയാൽ മതി. ദ മെസ്സേജ് ബി കെയർഫുൾ വൈൽ ടേക്കിംഗ് ദ വേർഡ്സ് ഓഫ് സ്ട്രേഞ്ചേഴ്സ്. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പിന്നെ നമുക്ക് എന്ത് ടൈറ്റിൽ? ഒരു നല്ല അടിപൊളി ടൈറ്റിൽ കൊടുക്കാം. കണ്ണിങ് ഫോക്സ്, സൂത്രശാലിയായ കുറുക്കൻ. ഇനി നമ്മൾ സിൻഡ്രല്ലയുടെ ഒരു തോട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സിൻഡ്രല്ല സെവറൽ ടൈം സ്റ്റാർട്ടഡ് വെൻ ദ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് കെയിം ടു ഹെർ ഹൗസ്. സിൻഡ്രല്ലയുടെ ചീത്ത കാലമൊക്കെ എപ്പോഴാണ് തുടങ്ങിയത്? സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും അവരുടെ വീട്ടിലേക്ക് വന്നപ്പോഴാണ്. ഷി ഹാസ് മെയ്ഡ് ടു ഡു ഓൾ ദ ഹെവി വർക്ക് ഫ്രം മോർണിംഗ് ടു നൈറ്റ്. എല്ലാ ഭാരപ്പെട്ട വർക്കുകളും ചെയ്യണം. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഡ്രോ വാട്ടർ, മേക്ക് ദ ഫയർ, കുക്ക് ദ ഹാൻഡ് വാഷ്. രാവിലെ എണീക്കണം, വെള്ളം കോരണം, തീ പിടിപ്പിക്കണം, കുക്ക് ചെയ്യണം, വാഷ് ചെയ്യണം. ഇൻ ദ ഈവനിങ് ഷി വാസ് ക്വൈറ്റ് ടയർഡ് ആഫ്റ്റർ ദ ഡേയ്സ് ഹാർഡ് വർക്ക്. അത് കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേന് അവൾ ടയേർഡായി പോകും. ഷീ കുഡിൻറ്റ് സ്ലീപ്പ്. ഉറക്കമൊന്നും വരുന്നില്ല. മെനി തോട്ട്സ് കെയിം ടു ഹെർ മൈൻഡ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. റൈറ്റ് ദ തോട്ട്സ് ഓഫ് സിൻഡ്രല്ല. ആ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഐ ആം വെരി അൺഹാപ്പി. എനിക്ക് ഒരു സന്തോഷമില്ല. ബിക്കോസ് മൈ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റർ ആർ മീൻ ടു മീ. അവരെന്നെ ഉപദ്രവിക്കുകയാണ്. ഐ വിഷ് മൈ മോം വാസ് ഹിയർ. എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുക. ഐ വിഷ് മൈ മോം വാസ് ഹിയർ. ഷി ഓൾവേസ് ഗേവ് മീ ഗുഡ് അഡ്വൈസ്. എനിക്ക് നല്ല ഉപദേശങ്ങളൊക്കെ തന്നിരുന്നു. ഐ വിൽ ട്രൈ ടു ബി ഗുഡ് ആൻഡ് കൈൻഡ്. ഞാൻ നല്ലവളും ദയുള്ളവുമായിരുന്നു. ഐ നോ ഗോഡ് വിൽ ഹെൽപ്പ് മീ. ദൈവം എന്നെ എന്തായാലും സഹായിക്കും. ഐ ഫീൽ ലൈക്ക് മൈ മോം ഈസ് സ്റ്റിൽ വാച്ചിങ് ഓവർ മീ. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ മുകളിൽ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടെന്ന്. ആൻഡ് ഐ വിൽ ഓൾവേസ് റിമെമ്പർ വാട്ട് ഷീ ടോട്ട് മീ. അവർ പഠിപ്പിച്ചെന്നും ഞാൻ ഓർമ്മിച്ച് വെക്കും. ഇനി അടുത്തത് എന്താണ്? ദ സ്റ്റോറി മേക്കിംഗ് എ മാംഗോ പിക്കിൾ ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം ദ എബ്രിഡ്ജ്ഡ് വേർഷൻ ഓഫ് പത്തർ പാഞ്ചാലി ബൈ വിഭൂതി ഭൂഷൺ. അപ്പോൾ പത്തർ പാഞ്ചാലിയിലുള്ളൊരു ഒരു ഭാഗമാണ് മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന പാഠഭാഗം അല്ലേ. ദ ക്യാരക്ടേഴ്സ് ദുർഗ ആൻഡ് അപ്പു മെയ്ഡ് എ മാംഗോ പിക്കിൾ. അവർ രണ്ടാളും എന്താ മാംഗോ പിക്കിൾ ഉണ്ടാക്കി. യു ആർ ഓൾസോ ഇൻവൈറ്റഡ് ടു മേക്ക് സംതിങ്. ഷാൽ വി മേക്ക് സം ടോപ്പിയൊക്കെ റൈറ്റ് ഡൗൺ ആസ് ഇഫ് യു ആർ മേക്കിംഗ് ഇറ്റ് ഫോർ യുവർ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ വ്ളോഗൊക്കെ പാചക റെസിപ്പീസൊക്കെ കാണുമല്ലോ. അപ്പോൾ അതേപോലെ നിങ്ങൾ ടാപ്പിയൊക്കെ ആണ് ഉണ്ടാക്കുന്നത്. ടാപ്പിയൊക്കെ അറിയാമല്ലോ കപ്പ. അപ്പോൾ അതാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഹിൻസ് തന്നിട്ട് പ്ലക്ക്, പീൽ, റിമൂവ് ദ ഔട്ടർ കവർ, സ്ക്രേപ്പ് കോക്കനട്ട്, തേങ്ങ ചിരണ്ട, അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക? ഹായ് ഫ്രണ്ട്സ് അല്ലേ, വെൽക്കം ടു മൈ ചാനൽ എന്ന് പറയല്ലോ. ഐ ആം ഗോയിങ് ടു മേക്ക് ടാപ്പിയോക്ക. ഞാൻ ടാപ്പിയോക്ക ഉണ്ടാക്കാൻ പോവാണ്. ഐ ഹാവ് ഓൾറെഡി പ്ലക്ഡ് ടാപ്പിയോക്ക ഫ്രം ദ ഫീൽഡ്. ഞാൻ ഓൾറെഡി എൻ്റെ വയലിൽ നിന്ന് ടാപ്പിയോക്ക പറിച്ചിട്ടുണ്ട്. ഹിയർ ഐ ഹാവ് പീൽഡ് ദ ടാപ്പിയോക്ക. ഞാനിവിടെ പീൽ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ദിസ് ഐ ആം ഗോയിങ് ടു വാഷ് ഇറ്റ്. ഇത് കഴിഞ്ഞിട്ട് ഞാനത് വാഷ് ചെയ്യാൻ പോവാണ്. വെൽ നൗ ലെറ്റസ് കട്ട് ദ ടാപ്പിയോക്ക ഇൻ ടു സ്മോൾ പീസസ്. ഇനി ഞാനത് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യാണ്. ഇറ്റ് വുഡ് ബി ബെറ്റർ you put the tapioca in the water for 15 minutes before removing the bark. It would be more easy to peel it. അപ്പോൾ നിങ്ങളിതിന് കുറച്ച് എന്താണ് വെള്ളത്തിൽ മുക്കിക്കുന്നത് നല്ലതാണ്. അപ്പോൾ തൊലിയൊക്കെ വേഗം റിമൂവ് ചെയ്യാൻ പറ്റും. ആ സമയം കൊണ്ട് ബൈ ദ ടൈം ടേക്ക് സ്ക്രാപ്പിഡ് കോക്കനട്ട് ആൻഡ് മിക്സ് ഇറ്റ് വിത്ത് ചില്ലി, ഓണിയൻ, ഗാർലിക് ആൻഡ് ഗ്രൈൻഡ് ഇറ്റ് ഇൻ ദ മിക്സി. ആ സമയം കൊണ്ട് തേങ്ങ ചിരകിയിട്ട് അത് ചില്ലി, ഓണിയൻ, ഗാർലിക് ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ അടിക്കുക. ആഫ്റ്റർ ദാറ്റ് അത് കഴിഞ്ഞിട്ട് ടാപ്പിയോക്കയും കോക്കനട്ട് മിക്സ്ചർ ആൻഡ് അഗെയിൻ സ്റ്റീം ഇറ്റ് മിക്സ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യുക? അത് രണ്ടും കമ്പൈൻ ചെയ്യുക. ദ ടേസ്റ്റി ടാപ്പിയോക്ക ഈസ് റെഡി ടു ബി റിസർവ്ഡ്. അപ്പം രസകരമായ സ്വാദിഷ്ടമായ ടാപ്പിയോക്ക വിളമ്പാൻ സമയമായി റെഡിയായി എന്നൊക്കെ പറയാം. അപ്പോൾ യൂട്യൂബ് ചാനൽ ഇങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ അറിയാമല്ലോ. ചിലപ്പോൾ വേറെ റെസിപ്പീസൊക്കെ വരാം. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് റെഡിയാക്കുക. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഒരു പോസ്റ്ററാണ്. നേരത്തെ നമ്മളൊരു വാട്ടർ സ്കേഴ്സിറ്റിൻ്റെ പോസ്റ്ററാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ വേറൊരു പോസ്റ്ററാണ്. ദ കിങ് ഇൻ ദ സ്റ്റോറി ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് ഹെൻസ് എഗ് ഡിസൈഡഡ് ടു അപ്പോയിൻറ്റ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആസ് ഹിസ് അഡ്വൈസർ ഫോർ അഗ്രികൾച്ചർ. അപ്പോൾ ആ പാഠഭാഗത്തിലെ കഥകളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെയാണ് കൃഷിയുടെ ഉപദേശകനായിട്ട് രാജാവ് ഡിസൈഡ് ചെയ്തത്. ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വാണ്ടഡ് ടു ദ കിങ് ടു പ്രൊമോട്ട് ഓർഗാനിക് ഫാമിംഗ് ഇൻ ദ കൺട്രി. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ എന്താണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്? ഓർഗാനിക് ഫാമിംഗ് ആണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ദ കിങ് ഡിസൈഡഡ് ടു പ്ലേസ് പോസ്റ്റേഴ്സ് എവരിവർ ഇൻ ദ കൺട്രി. അപ്പോൾ കിങ് ഡിസൈഡ് ചെയ്യാണ് എല്ലാ സ്ഥലത്തും പോസ്റ്റേഴ്സൊക്കെ വരട്ടെ എന്ന് കിങ് ഡിസൈഡ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഹിൻസ് തന്നിട്ടുണ്ട്. ഫ്രഷ് വെജിറ്റബിൾ, നാച്ചുറൽ ഫുഡ്, പോയിസൺ ഫ്രീ, ഹെൽത്തി ഫുഡ്. പ്രിപ്പയർ പോസ്റ്റർ ഓൺ ഓർഗാനിക് ഫാമിംഗ്. അപ്പോൾ നമ്മൾ ഓർഗാനിക് ഫാമിംഗ് നല്ല അടിപൊളിയാകുക. ഇങ്ങനത്തെ പിക്ചറൊന്നല്ല. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് ഓർഗാനിക് ഫാമിംഗ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഓർഗാനിക് ഫാമിംഗ് എന്നാണ് ഇവിടെ ഹെഡിങ് എഴുതിയത്. ഓക്കെ, ഓർഗാനിക് ഫാമിൽ എന്നിട്ട് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ചിത്രം വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് പോയിൻറ്റ്സൊക്കെ എഴുതാനുള്ള ഇവിടെ തന്നിട്ടുണ്ട്. ഫ്രഷ് വെജിറ്റബിൾ, നാച്ചുറൽ ഫുഡ്, പോയി അതൊക്കെ നമ്മളിവിടെ എഴുതുക. ഓക്കെ, ഇനി അടുത്തതൊരു കോൺവെർസേഷനാണ്. ദ ബാറ്റ്സ് ഇൻ ദ സ്റ്റോറി ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് എർത്ത് യൂസ്ഡ് ടു ഡിസ്ട്രോയ് ദ കോക്കനട്ട്സ്. ബഷീർ വൈഫ് വാസ് വെരി സാഡ്. ഷീ വാണ്ടഡ് ടു കിൽ ദ ബാറ്റ്സ്. സോ ഷീ വെൻറ്റ് ടു ഹെർ കസിൻ ഹെൽപ്പ്.
റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ബഷീർ വൈഫ് ആൻഡ് ഹെർ കസിൻ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ വേറൊരു കോൺവെർസേഷനാണ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ഇപ്പോൾ അത് തോക്കുമായിട്ട് അവർ പോകുമ്പോൾ നാട്ടുകാർ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന്. അതല്ല, ഇത് കോക്കനട്ടൊക്കെ നശിപ്പിക്കുകയാണ്. അപ്പം ബഷീറിൻ്റെ വൈഫിന് ഭയങ്കര സങ്കടമായി, വാസ് വെരി സാഡ്. അപ്പോൾ എന്ത് ചെയ്യണം? ഷി വാണ്ടഡ് ടു കിൽ ദ ബാറ്റ്സ്. ആ ബാറ്റ്സിനെ എങ്ങനെങ്കിലും കൊല്ലണം. അപ്പം ബഷീർ സമ്മതിക്കുമോ? ഇല്ല, സമ്മതിക്കില്ല. സോ ഷീ വെൻറ്റ് ടു ഹെർ കസിൻ. അപ്പോൾ കസിൻ്റെ അടുത്ത് പോയി. എന്തിനാ പോയി? ഫോർ ഹെൽപ്പോ. അപ്പോൾ അവർ തമ്മിലുള്ള ആ കോൺവെർസേഷനാണ്. വൈഫ് പറയാണ് ടുഡേ ഐ ആം വെരി സാഡ്. അപ്പോൾ കസിൻ ചോദിക്കൂ, എനിക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കുമല്ലോ കസിൻസ്, സ്നേഹമുള്ള കസിൻസ് അഞ്ച് ചോദിക്കും, വൈ വാട്ട് ഹാപ്പൻ, യു ലുക്ക് വെറീഡ്. എന്താ നിങ്ങൾക്ക് പറ്റിയത്? യു ലുക്ക് വെറീഡ്, നീ ഭയങ്കര വിഷമിച്ചിരിക്കുന്നല്ലോ. അപ്പം ബഷീറിൻ്റെ വൈഫ് പറയും, ദോസ് ബാറ്റ്സ് ആർ ഡിസ്ട്രോയിങ് അവർ കോക്കനട്ട് എഗെയിൻ. ഐ ആം അറ്റ് മൈ വിറ്റ്സ് എൻഡ്. ഓ, ഞാൻ സഹിക്കട്ടു. ഐ ആം അറ്റ് വിറ്റ്സ് ഞാൻ സഹിക്കട്ടു. അത് എഴുതാനൊന്നുമില്ല, ഇത് വേണമെങ്കിൽ എഴുതിയാൽ മതി, ഇത് എഴുതിയാൽ മതി. ദോസ് ബാറ്റ്സ് ആർ ഡെസ്ട്രോയിങ് അവർ കോക്കനട്ട്സ് എഗെയിൻ. ആ ബാറ്റ്സ് നമ്മുടെ കോക്കനട്ടൊക്കെ നശിപ്പിക്കുകയാണ്. അപ്പോൾ കസിൻ, ഓ ദാറ്റ് ക്യാൻ ബി ഫ്രസ്ട്രേറ്റിംഗ്. അത് വല്ലാത്തൊരു കഷ്ടം. വാട്ട് ഡു യു പ്ലാൻ ടു ഡു അബൌട്ട് ഇറ്റ്? നീ എന്താ ചെയ്യുക? എന്താ ഒരു പ്ലാന്? ബഷീർ പറയും, ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ദം. എനിക്ക് എങ്ങനെയെങ്കിലും അവറ്റകൾ ഒഴിവാക്കണം. ക്യാൻ യു ഹെൽപ്പ് മീ? എന്നെ സഹായിക്കാൻ പറ്റുമോ? മേ ബി വി ക്യാൻ ഫൈൻഡ് എ വേ ടു സ്കെയർ ദം എ വേ ടു ഓർ ട്രാപ്പ് ദം. നമുക്ക് എങ്ങനെയെങ്കിലും അവർ അവിടുന്ന് ഓടിക്കുക, അല്ലെങ്കിൽ നമുക്ക് കെണിയിൽ പെടുത്താം, അങ്ങനെയൊക്കെ പറയും. കസിൻ, ഓക്കെ ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമുക്ക് ചിന്തിക്കാം. വി ഡോണ്ട് വാണ്ട് ടു ഹാം ദം. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല. ബട്ട് വി നീഡ് ടു പ്രൊട്ടക്റ്റ് അവർ കോക്കനട്ട്. പക്ഷേ നമുക്ക് നമ്മുടെ കോക്കനട്ട് സംരക്ഷിക്കാൻ വേണം. ഐ ഹാവ് എൻ ഐഡിയ. എനിക്കൊരു ഐഡിയ ഉണ്ട്. വി ക്യാൻ ട്രൈ യൂസിങ് സം നോയ്സ് മേക്കിംഗ് ഡിവൈസസ് ടു സ്കെയർ ദം അവേ. നമുക്ക് എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് അവരെ ഓടിച്ചാലോ എന്ന് പറയാൻ. ഇത് കുറച്ചൊരു ലെങ്തിയാണ്. കുറച്ചുകൂടി സിമ്പിൾ വേണമെങ്കിൽ ഇതാ പിടിച്ചോ. ബഷീർ വൈഫ്, ഐ ആം വെരി സാഡ്. അപ്പോൾ കസിൻ ചോദിക്കും, വാട്ട്സ് റോങ്? എന്തെറ്റി? ബഷീർ വൈഫ്, ദ ബാറ്റ്സ് ആർ ഡെസ്ട്രോയിങ് അവർ കോക്കനട്ട്. ബാറ്റ്സ് നമ്മുടെ തേങ്ങകളൊക്കെ നശിപ്പിക്കാനോ. ദ ബാറ്റ്സ് ആർ ഡെസ്ട്രോയിങ് അവർ കോക്കനട്ട്സ്. കസിൻ, ദാറ്റ്സ് ഫ്രസ്ട്രേറ്റിംഗ്. വാട്ട് ഡു യു വാണ്ട് ടു ഡു? എന്താ ചെയ്യുക? ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ദം. ക്യാൻ യു ഹെൽപ്പ് മീ? എനിക്ക് എങ്ങനെയെങ്കിലും അതിനെ ഒഴിവാക്കാം. ക്യാൻ യു ഹെൽപ്പ് മീ? നമുക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ഓക്കെ ലെറ്റ്സ് തിങ്ക് എ വേ ഓഫ് ടു സ്കെയർ ദം അവേ. അവരെ ഓടിക്കാനുള്ള എന്തെങ്കിലും വഴി നമുക്ക് ചിന്തിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു സ്പീച്ചാണ്. നെക്സ്റ്റ് ഒരു പോസ്റ്റർ ഉണ്ട്. പോസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. എന്താണ്? ഇമാജിൻ ദ നേച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഓർഗനൈസിങ് ആൻ അവയർനെസ് പ്രോഗ്രാം ടു പ്രൊട്ടക്റ്റ് നേച്ചർ, പ്രിപ്പയർ നോട്ടീസ്. അപ്പോൾ നേച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യാനൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു മെസ്സേജ് എഴുതണം, ഇങ്ങനെ ചെടികൾ വരയ്ക്കണം. പിന്നെ നമ്മൾ നേരത്തെ വാട്ടർ ഉപയോഗിച്ചപ്പോൾ നമ്മൾ നീല കളറായിരുന്നു. നമ്മുടെ നേച്ചർ പറയുമ്പോൾ നമുക്ക് ഗ്രീൻ കളർ ഉപയോഗിക്കാം. ഓക്കെ, പ്രൊട്ടക്റ്റിംഗ് പ്ലാന്റ്, പ്രൊട്ടക്റ്റിംഗ് എർത്ത്, ദ എർത്ത് ഈസ് യുവേഴ്സ്, സേവ് ഇറ്റ്, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ഗുഡ് പ്ലേയിൽ ഉറങ്ങിക്കിടക്കുന്ന കലാബോധമൊക്കെ പോസ്റ്ററിൽ നിങ്ങൾ കാണിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു സ്പീച്ചാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിങ്ങിനെ കുറിച്ചുള്ളൊരു സ്പീച്ചാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? പിന്നെ ഒരു കർഷകശ്രീ കിട്ടിയ ഒരു ഫാമറെ നമ്മൾ ഹോണർ ചെയ്യാണ്. ഇവിടെ ദ സ്റ്റോറി ദ ഗ്രെയിൻ ആസ് ബിഗ് ഹാസ് ഹാൻഡ്സ് റിവീൽസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ലേബർ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഫാമിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ ഡിഗ്നിറ്റി ഓഫ് ലേബർ, അധ്വാനത്തിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ടുമാണ് നമ്മൾ പഠിക്കുന്നത്. ദ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത് ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. യു ആർ ആസ്ക്ഡ് ടു ഡെലിവർ എ സ്പീച്ച് ഇൻ കണക്ട് വിത്ത് ദാറ്റ് ഫെസ്റ്റിവൽ. പ്രിപ്പയർ എ സ്പീച്ച് ബേസ്ഡ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് പലതരത്തിലാണ് ചോദിക്കുന്നത്. പക്ഷേ ആൻസർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അതിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഹെൽത്തി ഫുഡ്, ഫ്രഷ് വെജിറ്റബിൾ, യൂസ് ഓഫ് പെസ്റ്റിസൈഡ്, ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു സ്പീച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്ത് പറയണം? സല്യൂട്ടേഷൻ പറയണം. Honorable guests, esteemed farmers and fellow citizens, today we celebrate our harvest festival. അപ്പോൾ നമ്മളിവിടെ ടോപ്പിക്ക് നമുക്ക് എന്താണ്? ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ ടുഡേ
we celebrate our harvest by honoring the hard work and dedication of our farmers. നമ്മുടെ ഫാമേഴ്സിൻ്റെ ഡെഡിക്കേഷനും അതേപോലെ അവരുടെ അധ്വാനവും നമ്മളിന്ന് ആദരിക്കുകയാണ്. ഫാമിംഗ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റീൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്? ഫാമിംഗ് ആണ്. പ്രൊവൈഡിങ് ഹാസ് വിത്ത് ഹെൽത്തി ഫുഡ് ആൻഡ് സസ്റ്റെയിനിങ് അവർ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റീസൊക്കെ നിലനിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? കൃഷിക്കാരും ഉള്ളത് കൊണ്ടാണ്. ഹെൽത്തി ഫുഡ് ആൻഡ് സസ്റ്റെയിനിങ് എന്ന് പറയുക നിലനിൽക്കുക. സസ്റ്റെയിനിങ് അവർ കമ്മ്യൂണിറ്റീസ്. ഓക്കെ. ഹവർ ദ എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. നമ്മുടെ ഓർഗാനിക് ഫാമിങ്, ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിങ് ഒക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ പറയാനുള്ളൊരു കാര്യമാണ് എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡ്സിൻ്റെ അമിതമായ ഉപയോഗം. ഫെർട്ടിലൈസർ ഹാസ് ലെഡ് ടു സോയിൽ പൊല്യൂഷൻ, വാട്ടർ കോണ്ടാമിനേഷൻ ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പോൾ ഈ എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് എന്താണ്? ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ സൃഷ്ടിക്കും. ലെറ്റസ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഫാമിംഗ് പ്രാക്ടീസസ് ആൻഡ് ദാറ്റ് പ്രയോറിറ്റൈസ് നാച്ചുറൽ ആൻഡ് ഓർഗാനിക് മെത്തേഡ്. ഇപ്പോൾ ഓർഗാനിക് ഫാമിംഗ്, സസ്റ്റൈനബിൾ ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് മുൻഗണന കൊടുക്കുന്നത് നാച്ചുറൽ ഓർഗാനിക്കാണ്. നമ്മുടെ പരമ്പരാഗതമായി പണ്ട് മുതലേ നമ്മുടെ മുത്തച്ഛമ്മ ചെയ്തു വരുന്ന ആ ഒരു ഫാമിംഗ് മെത്തേഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ. ആസ് വി സെലിബ്രേറ്റഡ് ലെറ്റസ് അക്നോളജ് ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ ദാറ്റ് അവർ farmers embody. Farming is a way of life that require hard work, dedication and love. Thank you. ഇനി അടുത്ത ഫ്രെയിം ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് മലാല യൂസഫ്സായി. സപ്പോസ് യുവർ സ്കൂൾ പ്ലാൻസ് കൺഗ്രാജുലേറ്റ് മലാല who raised her voice for the education of girls. Now imagine that Malala is your guest. You can ask something to her. അപ്പോൾ മലാല യൂസഫ്സായിനെ കുറിച്ച് നമ്മൾ ആ പാഠഭാഗത്ത് വായിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ മലാല വരികയാണ്. അപ്പോൾ നിങ്ങൾ വരികയെന്ന് വിചാരിക്കുക, സപ്പോസ് ചെയ്യാണ്. ഈസ് യുവർ ഗസ്റ്റ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കാൻ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞാൽ 5 ചോദ്യം ചോദിച്ചാൽ 5 മാർക്ക്. വാട്ട് ഇൻസ്പയർ യു ഫൈറ്റ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ താങ്കളെ പ്രചോദനമേൽക്കിയത് എന്ത്? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക, പ്രചോദനം നൽകുക എന്നൊക്കെ അർത്ഥം. ഹൗ ഡിഡ് യു ഫീൽ വെൻ യു വർ അറ്റാക്ഡ്. താലിബാൻ അറ്റാക്ക് ചെയ്തിരുന്നല്ലോ, അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയത്? വാട്ട് മെസ്സേജ് ഡു യു വാണ്ട് ടു ഗീവ് ടു ഗേൾസ് അറൗണ്ട് ദ വേൾഡ്. ലോകത്തിലെമ്പാടുമുള്ള ഗേൾസിനോട് താങ്കൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? ഹൗ ക്യാൻ വി ഹെൽപ്പ് ഗേൾസ് ഗെറ്റ് എൻ എഡ്യൂക്കേഷൻ നേടാൻ പെൺകുട്ടികൾ എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റുക? വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ഗേൾസ് ഹു വാണ്ട് ടു മേക്ക് എ ഡിഫറൻസ്. ഒരു മാറ്റം ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് താങ്കൾക്ക് എന്ത് അഡ്വൈസാണ് നൽകാനുള്ളത്? ഇങ്ങനെയൊക്കെ 5 ചോദ്യം നമുക്ക് ചോദിക്കാം. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഒരു തോട്ട്സാണ്. സിൻഡ്രല്ലയുടെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു തോട്ട്സാണ്. സിൻഡ്രല്ല വെൻറ്റ് ടു ദ ബോൾ ട്രസ്റ്റ് ഇൻ വണ്ടർഫുൾ പ്രോസസ്. സിൻഡ്രല്ല നല്ല അടിപൊളിയായിട്ട് ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിക്ക് പോയി. ഷീ ലുക്ക്ഡ് ലൈക്ക് പ്രിൻസസ്. ഒരു രാജകുമാരിയെ പോലെ ഉണ്ടായിരുന്നു. ഷീ ഡാൻസ്ഡ് വിത്ത് ദ പ്രിൻസുമായിട്ട് ഡാൻസ് കളിച്ചു. വെൻ ദ ക്ലോക്ക് സ്ട്രൈക്ക് 12 ഷീ റാൻ ബാക്ക് ഹോം. 12 മണിയായപ്പോൾ 12 മണി ക്ലോക്കിൽ 12 മണി അടിച്ചപ്പോൾ അവൾ വീട്ടിലേക്ക് പോന്നു. ദ പ്രിൻസ് ഇൻവൈറ്റഡ് ഹെഡ് ടു ഡാൻസ് വിത്ത് ഹിം നെക്സ്റ്റ് ഡേ. പ്രിൻസ് അടുത്ത ദിവസം വരണമെന്ന് അവളെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. സിൻഡ്രല്ല വാസ് വെരി ഹാപ്പി. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വാട്ട് വുഡ് ബി ഹെർ തോട്ട്സ്. അപ്പോൾ അവളുടെ തോട്ട്സ് എന്തായിരിക്കും? ഓ വാട്ട് എ മാജിക്കൽ നൈറ്റ്. എന്തൊരു അത്ഭുതകരമായ രാത്രി. ഐ ഫീൽ ലൈക്ക് എ റിയൽ പ്രിൻസസ്. ഞാൻ ഒരു ഒറിജിനൽ പ്രിൻസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഫീൽ ലൈക്ക് എ റിയൽ പ്രിൻസസ്. ദ പ്രിൻസ് ഈസ് സോ ചാമിങ് ആൻഡ് ഹാൻസം. ആ പ്രിൻസിനെ കാണാൻ എന്തോ ഭംഗിയാണ്. ഐ ഹാഡ് ദ ബെസ്റ്റ് ടൈം ഡാൻസിങ് വിത്ത് ഹിം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് എനിക്ക് പ്രിൻസിൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ പറ്റിയത്. ഐ വിഷ് ഐ ഡിഡ്ന്റ് ഹാവ് ടു ലീവ് സോ സഡൻ. എത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരണ്ടില്ലായിരുന്നു. ഐ ഹോപ്പ് ഹി റിയലി വാണ്ട്സ് ടു സീ മീ അഗെയിൻ ടുമാറോ. നാളെ എന്നെ കാണുന്ന അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ഐ ആം സോ എക്സൈറ്റഡ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. കുഡ് ദിസ് ബി ദ സ്റ്റാർട്ട് ഓഫ് സംതിങ് സ്പെഷ്യൽ? ഓക്കെ. അപ്പോൾ അതും കഴിഞ്ഞ് തോട്ട്സും കഴിഞ്ഞ് ഇനി നമ്മൾ എഡിറ്റിംഗ് ആണ് പഠിക്കുന്നത്. എഡിറ്റിംഗ്. ഇറ്റ് വാസ് 2 acre പ്ലോട്ട് ബൈ കോക്കനട്ട് അല്ല, 2 acre പ്ലോട്ട് വിത്ത് കോക്കനട്ട് ഫാംസ്. എന്താണ് ക്യാപിറ്റൽ ആക്കണം. ദർ വാസ് എ മംഗൂസ് ഇൻ ദ ബാംബു ടിക്കറ്റ് ആൻഡ് ആണ്. വാസ് എന്ന് പറയുമ്പോൾ സിംഗുലറാണ്. ഇവിടെ പിന്നെ എന്താണ് മംഗൂസസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കുറേ മംഗൂസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം വാസ് പോലെ വേണം, പ്ലൂരൽ ഉപയോഗിക്കണം. റെഡി ടു പൗൺസ്. പൗൺസിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. POUNCE ആണ്.
അപ്പം സെയിം പാറ്റേൺ ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. വേർഡ് ഓർഡർ തെറ്റിച്ച് തരും, ചിലപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യാണ്ടാവും, ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക. താങ്ക് യു.